ുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും അതുപോലെ എടുത്തെഴുതുക. നെക്സ്റ്റ് കാണേണ്ടത് എന്താണ്? എക്സ് ആണ്. അപ്പൊ എക്സും എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത്, അതായത് എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാണോ, എക്സിന്റെ കൂടെ ആരാണോ അത് മാത്രം ഇവിടെ നിർത്തുക. അപ്പൊ നമുക്ക് അത് എടുത്തെഴുതാം. നമ്മൾ നിർത്തിയത് ഏതാണ്? 3x. എക്സിന്റെ കൂടെ എടുക്കുന്നത് 3 ആണ്, അതുകൊണ്ട് 3x എടുത്തെഴുതി. അടുത്തത് കാണേണ്ടത് 3x. എക്സ് ആണ് കാണേണ്ടത്, കൂടെ എടുക്കുന്ന 3 കൂടി ഉള്ളത് കൊണ്ട് 3x എടുത്തെഴുതി. 3x ഈക്വൽ ടു കഴിഞ്ഞിട്ട് എഴുതേണ്ടത് എന്താണ്? ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഇവിടെ എന്താണോ എടുക്കുന്നത് അതാണ് എടുത്തെഴുതേണ്ടത്. 7. നെക്സ്റ്റ് ഇവിടുത്തെ 3x -2 എന്നുള്ള സെക്ഷൻ -2 അല്ലെങ്കിൽ -2 എന്നുള്ളത് നമുക്ക് ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് വരണം. ഇവിടെ നിന്ന് മാറി ഇപ്പുറത്ത് വരണം. അപ്പൊ എന്താ? നെഗറ്റീവ് എന്നുള്ളത് എന്തായി മാറും? ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോ എന്തായി മാറും? പോസിറ്റീവായി മാറും. അപ്പൊ -2 എന്നുള്ളത് എന്തായി മാറി? +2. 7 + 2 9. അപ്പൊ എന്തായി? 3x = 9. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ്? എക്സ് ആണ്, ആണല്ലോ. അപ്പൊ എക്സ് എടുത്ത് എഴുതാം. എക്സ് ഈക്വൽ ടു കഴിഞ്ഞിട്ട് ആദ്യം എഴുതേണ്ടത് എന്താ? ഈക്വൽ ടുന്റെ അപ്പുറത്ത് എന്താണോ എടുക്കുന്നത് അത് 9. ഓക്കെ. ഇനി 3 × x, അതായത് 3 മൾട്ടിപ്ലിക്കേഷൻ എക്സ് ആണല്ലോ ഈ 3x എന്ന് പറഞ്ഞാൽ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറുന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയി മാറും. അപ്പൊ എന്താ? 9 / 3 = 3. ആൻസർ